ചേർത്തല ദേശീയപാതയിൽ ഗർത്തമുണ്ടായ സംഭവത്തിൽ ദേശീയപാത അതോറിറ്റിയും പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരും ഇന്ന് ഈ സ്ഥലം സന്ദർശിക്കുന്നുണ്ട്. നിർമ്മാണം പൂർത്തിയായ സ്ഥലത്ത് ഗർത്തമുണ്ടായതിന്റെ കാരണം കണ്ടെത്താൻ പരിശോധന നടത്തും. പരിശോധന പൂർത്തിയായി ഈ ഗർത്തം ഇപ്പം നിലവിൽ മൂടിയിട്ടുണ്ട്. പ്രദേശവാസികൾ നേരത്തെ ഇതിനെതിരായ നിലപാടുകളൊക്കെ എടുത്തിരുന്നു. അമൽ നമുക്കൊപ്പം ആ സംഭവ സ്ഥലത്ത് നിന്ന് ചേർന്നുണ്ട്. അമലെ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഇന്നലെ ഒരു 6-6:15 കൂടി ഉണ്ടായ ഒരു സംഭവമാണ്. അതും 10-12 അടി താഴ്ചയുള്ള ഒരു വലിയ ഗർത്തം. ഇതിൽ ഏറ്റവും ഗുരുതരമായ കാര്യം എന്ന് വെച്ചാൽ വാഹനങ്ങളൊക്കെ പൊക്കോണ്ടിരുന്ന ഒരു സ്ഥലത്താണ് ഈ ഒരു വലിയ ഗർത്തം രൂപപ്പെട്ടത് എന്നുള്ളതാണ്. അപ്പം ഇന്ന് ദേശീയപാത അതോറിറ്റി അടക്കമുള്ള ആളുകൾ വരുന്നു. നിലവിലെ സാഹചര്യം എന്താണ്? ഇന്ന് എന്തൊക്കെ ഈ വിഷയത്തിൽ പ്രതീക്ഷിക്കണം? സേതു, നമുക്കറിയാവുന്നതാണ് കൊല്ലത്ത് ദേശീയപാത ഇടിയുന്ന ഒരു സാഹചര്യം, മണ്ണിടിച്ചിലിനെ തുടർന്ന് തകരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് സമാനമായ പ്രശ്നങ്ങളാകണോ ഉണ്ടാവുക എന്നൊരു ആശങ്കയായിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നത്. ഏതായാലും ഇപ്പോൾ എനിക്ക് മുന്നിൽ നമുക്ക് ഈ ഫ്രെയിമിൽ കാണാവുന്നതാണ് ഈ ഒരു കറുത്ത ടർപ്പായിട്ട് മൂടിയിരിക്കുന്ന ഈ ഒരു ഭാഗത്താണ് ഗർത്തം ഉണ്ടായത്. ഇന്നലെ രാത്രി തന്നെ പ്രതിഷേധമുണ്ടായെങ്കിൽ തന്നെയും ഈ ഒരു അധികാരികൾ എത്താതെ മൂടാൻ അനുവദിക്കില്ല എന്ന് പ്രദേശവാസികൾ പറഞ്ഞിരുന്നു. എങ്കിൽ തന്നെയും അധികാരികൾ വന്നുകൊണ്ട്, അതായത് ദേശീയപാത അതോറിറ്റിയുടെ അധികാരികൾ എത്തിക്കൊണ്ട് കോൺക്രീറ്റ് ഇട്ട് ഈ ഗർത്തം മുഴുവനായി മൂടുകയാണ് ഉണ്ടായത്. നമുക്ക് കാണാവുന്നതാണ്. ഇപ്പോൾ ഈ ടാർപ്പായി ഒന്ന് ജസ്റ്റ് മാറ്റുകയാണ്. ഇതുപോലെ വലിയ രീതിയിൽ, അതായത് 12 അടി താഴ്ചയിലാണ് ഈ കുഴിയുള്ളത്. ഈ കുഴിക്കടിയിലേക്ക് കോൺക്രീറ്റ് ഇട്ട് ആ ഗർത്തം മൂടിയിരിക്കുകയാണ്. ഏതായാലും ദേശീയപാത അതോറിറ്റി അനൗദ്യോഗികമായി പറയുന്നത് പ്രകാരമാണ് എങ്കിൽ ഈ ഫ്ലൈ ഓവറിന് താഴെ കൂടി ഒരു ജപ്പാൻ കുടിവെള്ള പൈപ്പ് പോകുന്നുണ്ട്. ആ പൈപ്പിലുണ്ടായ പൊട്ടലിനെ തുടർന്ന് വെള്ളം ശക്തിയായി പുറത്തേട്ട് പ്രവഹിക്കുകയും അതിനെ തുടർന്ന് മണ്ണൊലിച്ചു പോവുകയുമാണ് ഉണ്ടായത് എന്നാണ് ഔദ്യോഗികമായിട്ട് അവർ പറയുന്നത്. ഏതായാലും ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായപ്പോൾ ആശങ്കകൾ വളരെ വലുതായിരുന്നു. ഈ ഗർത്തമുണ്ടാകുന്ന തൊട്ടും അടുത്ത സമയത്ത് പോലും ഇതുവഴി വാഹനങ്ങൾ കടന്നു പോയതാണ് നമുക്ക് കാണാവുന്നതാണ്. നമ്മൾ നിൽക്കുന്നതിന് എതിർവശത്തായിട്ടുള്ള ഭാഗത്ത് കൂടി ആ ഒരു സൈഡ് മാത്രമാണ് ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന, അതായത് ഈ ഗർത്തം ഉണ്ടായിരിക്കുന്ന ഈ ഭാഗത്ത് പണി ഏകദേശം എല്ലാം പൂർത്തിയായി വാഹന ഗതാഗതത്തിന് തുറന്നു കൊടുത്തിരിക്കുന്ന ഒരു വഴിയാണ്. ഈ വഴിയിലാണ് ഇപ്പോൾ ഗർത്തം ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഇത് ഗുരുതരമായിട്ടുള്ളൊരു വീഴ്ച തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമല്ല. പ്രത്യേകിച്ചും ദേശീയപാത അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് ചേർത്തലയുടെയും മറ്റും പരിസരങ്ങളിൽ നിരന്തരമായിട്ട് പ്രദേശവാസികൾക്ക് വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ട്. അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണമാണ് നടത്തുന്നത് എന്ന് പ്രദേശവാസികൾ പല തവണ പരാതിപ്പെട്ടിട്ടുള്ളതാണ്. ദേശീയപാത അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥരോട് സംസാരിച്ചാൽ അവർ യാതൊരു തരത്തിലുള്ള സഹകരണവുമില്ല എന്നതടക്കമുള്ള പരാതികൾ ജനപ്രതിനിധികളടക്കം പലവട്ടം ഉന്നയിച്ചിട്ടുമുള്ളതാണ്. കുറച്ച് നാളുകൾക്ക് മുൻപാണ് നമ്മൾ കണ്ടതാണ് വലിയ രീതിയിൽ വെള്ളക്കെട്ട് ഈ ദേശീയപാതയുടെ സമീപത്ത് വീടുകളിൽ ഉണ്ടാകുന്നത്. അതിന് സമാനമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടായ ആ പ്രതിഷേധം ഒന്ന് ശമിച്ചപ്പോഴാണ് വീണ്ടും ഇത്തരത്തിൽ 12 അടിയോളം നീളത്തിൽ ഗർത്തമുണ്ടായത്. ഇന്നലെ രാത്രി 8 മണിക്ക് ശേഷമാണ് ഈ ഗർത്തം രൂപപ്പെടുകയും പിന്നീട് അധികാരികൾ എത്തിക്കൊണ്ട് മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഗർത്തം ഒന്ന് വലുതാക്കി പിന്നീട് അത് കോൺക്രീറ്റ് ചെയ്യുന്ന ഒരു സമീപനമാണ് ഉണ്ടായത്. ഏതായാലും ആളപായം ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ ഒരു സംഭവത്തിൽ അങ്ങേയറ്റം ആശ്വാസകരമായിട്ടുള്ള കാര്യം. വലിയ രീതിയിലുള്ള സുരക്ഷാ ഭീഷണി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. പിന്നീട് ഇന്നിപ്പോൾ ദേശീയപാത അതോറിറ്റിയുടെ ആളുകളൊക്കെ അവിടെ എത്തുന്നുണ്ട്.